ക്ഷേത്രകലയായ പൂരക്കളിയും മത്സര ഇനമായതോടെയാണ് പലർക്കും പരിചിതമായത്. കണ്ണൂരിനിപ്പുറത്തേക്ക് പൂരക്കളിയെ എത്തിച്ചതും സ്കൂൾ കലോത്സവങ്ങളാണ്. പൂരക്കളിയെക്കുറിച്ച് അറിയില്ലെങ്കിലും സദസ്സിൽ ഒത്തുകൂടുന്നവർ കലാകാരന്മാരുടെ ചുവടുകൾ ആസ്വദിക്കുന്നുണ്ട്. മത്സരാർത്ഥികൾക്കും വിധികർത്താക്കൾക്കും സുപരിചിതമായ എന്നാൽ കാഴ്ചക്കാർക്ക് അത്ര പരിചിതമല്ലാത്ത ഒരു മത്സര ഇനമുണ്ടായിരുന്നു ഇന്ന്. പൂരക്കളി. 12 പേരടങ്ങുന്ന സംഘം. 20 മിനിറ്റാണ് ഒരു ടീമിന് അനുവദിച്ചിട്ടുള്ളത്. കളരിപ്പയറ്റിന് സമാനമായ ചുവടുകൾ, ചടുലമായ താളം. പക്ഷേ എന്താണ് ഈ പൂരക്കളി എന്നറിയാൻ സദസ്സിലെ ചിലരോട് ചോദിച്ചു. വിശദമായിട്ടൊന്നും അങ്ങനെ കാര്യമായിട്ടൊന്നും അറിയത്തില്ല. അപ്പം ഞങ്ങളുടെ പിള്ളേരുണ്ട്, അപ്പം കാണാൻ വന്നേ ഉള്ളൂ. പൂരക്കളിയെ കുറിച്ച് അറിയോ? അല്ല, അറിയില്ല. ഞങ്ങളിപ്പോൾ ഇവിടെ വന്ന് ഇരുന്നേ ഉള്ളൂ. കാര്യമായിട്ട് അറിയില്ല, കണ്ടറിയാം, അത്രേ ഉള്ളൂ. റിപ്പോർട്ടറുടെ അവസ്ഥയും ഇതായതിനാൽ ഒടുവിൽ കളിക്കാരോട് തന്നെയായി ചോദ്യം. എന്തായി പൂരക്കളി? പൂരക്കളി എന്ന് പറഞ്ഞാൽ ഇപ്പം പണ്ട് കാലത്ത് മഹാദേവ ക്ഷേത്രങ്ങളിൽ കളിച്ചുകൊണ്ടിരുന്ന ഒരു പ്രാധാന്യമേറിയ കളിയാണ് പൂരക്കളി. ഇതിന് തന്നെ കറുപ്പ്, ചുവപ്പ്, വെള്ള എന്ന് പറയുന്ന വസ്ത്രങ്ങളാണ് കളിക്കുന്നത്. താറുടുക്കണ മാതിരി കളരിപ്പയറ്റിൻ്റെ അതേ രൂപത്തിലുള്ള കളിയാണ്. കാസർഗോഡ് ജില്ലയിലെ ചന്ദ്രഗിരി പുഴയ്ക്കും കണ്ണൂരിലെ വളപട്ടണം പുഴയ്ക്കുമിടയിലെ കാവുകളിലും ക്ഷേത്രങ്ങളിലും മാത്രം ഒതുങ്ങി നിന്ന ഒരു അനുഷ്ഠാന കലയായിരുന്നു പൂരക്കളി. മീനമാസത്തിലെ കാർത്തിക മുതൽ പൂരം വരെ നീണ്ടു നിൽക്കുന്ന 9 ദിവസത്തെ പൂരോത്സവം. കാസർഗോട്ടും കണ്ണൂരും മാത്രമായി ഒതുങ്ങി നിന്ന പൂരക്കളി കലോത്സവത്തിലൂടെയാണ് തെക്കൻ ജില്ലകളിലേക്ക് എത്തിയത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലെ സ്കൂളുകളടക്കം ഇന്ന് തെക്കൻ ജില്ലകളിലെ സ്കൂളുകളും കലോത്സവത്തിലെ പൂരക്കളി മത്സരത്തിൽ സജീവം. എന്തായാലും പതറാത്ത ചുവടുകളുമായി പൂരക്കളി കലാകാരന്മാർ അവിസ്മരണീയമാക്കി. ക്യാമറമാൻ അമൽ മനോജിനൊപ്പം VR കാർത്തിക്, ടീം റിപ്പോർട്ടർ.